ഓക്കെ, അപ്പോൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ മുമ്പോട്ട് പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത കണ്ടന്റിനകത്ത് ഹെഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെഡറിനകത്ത് ഒരു ബാനർ പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു 3 സെക്ഷൻ 1, 2 and 3, ദെൻ ഫുട്ടർ, ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ മിസ്സിംഗ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെനു ആണ്, നാവിഗേഷൻ പാർട്ടാണ്. നാവിഗേഷൻ പാർട്ടും ഒരു ലോഗോം കൂടി ഇതിലേക്ക് എംബെഡ് ചെയ്യണം. അപ്പോൾ അതും കൂടി ആദ്യം ഒന്ന് നോക്കിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ വரைക്കും നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കോഡ് എഡിറ്റർ VS കോഡ് എഡിറ്ററിന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഒരു പാർട്ടിന് തൊട്ട് മുമ്പായിട്ടാണ് നമുക്ക് ലോഗോ പാർട്ട് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ആദ്യം നമുക്കൊന്ന് കമ്പോസ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ലോഗോ, സൈഡിൽ നമുക്കൊരു 5 മെനൂസ്, പിന്നെ ലോഗിൻ, സൈൻ അപ്പ് ചെയ്യുന്ന 2 ബട്ടൺസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കി നോക്കാം. ആദ്യം കോഡൊന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി എനിക്ക് വേണ്ടത് ലോഗോ. സോ ഡോട്ട് ലോഗോ, ഇതൊരു കണ്ടെയ്നറാണ്. അടുത്ത് എനിക്ക് വേണ്ടത് നാവിഗേഷൻ ബാർ ആണ്. സോ നാവിഗേഷൻ ബാറിന് വേണ്ടിയിട്ടുള്ള ടാഗ് കൂടി കമ്പോസ് ചെയ്യുന്നുണ്ട്. സോ nav ഡോട്ട് nav. ഓക്കെ, ആൻഡ് ഇതിനകത്ത് അൺഓർഡർ ലിസ്റ്റിനകത്ത് എനിക്ക് വേണ്ടത് li എനിക്കൊരു 7 LIയോളം വേണം. ആൻഡ് ഇതിനകത്ത് ആങ്കർ ടാഗ്സ് വേണം. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്ലാസ്സസ് കറക്റ്റായിട്ട് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഈ അൺഓർഡർ ലിസ്റ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, nav-list എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺഓർഡർ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഓരോരോ ലിസ്റ്റും, ഈ 7 ലിസ്റ്റും യുണീക്കായിട്ട് എനിക്ക് സ്റ്റൈലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് വീണ്ടും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, nav item, ലിസ്റ്റ് ഐറ്റത്തിന് nav item എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റുന്നു. ആൻഡ് ആങ്കർ ടാഗിനകത്ത് ഡമ്മി ആങ്കർ ടാഗും യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഇതിനോടൊപ്പം ക്ലാസ്സും കൂടി ആഡ് ഓൺ ചെയ്യാണ്. സോ ക്ലാസ്, അപ്പോൾ ഈ ആങ്കർ ടാഗ്, ദറ്റ് ഈസ് ലിങ്ക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു, nav ലിങ്ക് എന്ന് പറയുന്ന പേരിൽ സ്ട്രക്ചറൈസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് ഹോം പേജിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റാണ്. പിന്നെ ഈ ക്ലാസ്സസിനെ എല്ലാം ഞാൻ റീയൂസ് ചെയ്യാണ്. ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ LIനകത്തും ഈ ക്ലാസ്സസിനെ റീയൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ആങ്കർ ടാഗിനകത്ത് വന്നിരിക്കുന്ന ഡമ്മി ലിങ്കും ക്ലാസ്സും അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ റീയൂസ് ചെയ്യുന്നു. എല്ലാ ആങ്കർ ടാഗിനകത്തും ആ ഡമ്മി ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സസും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫർദറായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ലിങ്ക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് അബൌട്ട്, സർവീസസ്, ഗാലറി, കോൺടാക്റ്റ്, സൈൻ ഇൻ ആൻഡ് സൈൻ അപ്പ്, ഇത്രയും ലിങ്ക്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നമുക്ക്. ഓക്കെ, ലോഗോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ലോഗോ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് IMG SRC ഇമേജസിനകത്തുള്ള ലോഗോ 2 എന്ന് പറഞ്ഞിട്ടുള്ള PNG ഫയലിനെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോഗോ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കണ്ടൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് വേണ്ടത് എനിക്ക് ലൈക്ക് നമുക്ക് എക്സ്ട്രീം ലെഫ്റ്റ് എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് ഇവിടെ വേണ്ടത് മാക്സിമം നമുക്കൊരു 1200 പിക്സൽസ് മിഡിൽ നമുക്ക് പ്ലേസ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന 2 എലമെൻറ്റ്സിനെയും കട്ട് ചെയ്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെയിൻ കണ്ടെയ്നറിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടെയ്നർ ക്ലാസ്, ഓക്കെ, അതിലേക്ക് ഞാൻ ഇതിനെ ഡംപ് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് കറക്റ്റായി. ഇനി വേണ്ടത് ഇതിൻ്റെ 2 എലമെൻറ്റ്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളർ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന കണ്ടെയ്നറിനെയും കട്ട് ചെയ്ത് ഒരു മെയിൻ കണ്ടെയ്നറിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് നാവിഗേഷൻ ബാറിനോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. നാവിഗേഷൻ ബാറിന് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ nav ബാർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഇതിനെയും ഡംപ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേരിയേഷൻ എന്ന് പറയാൻ പോകുന്നില്ല. ഇനി ബാക്ക്ഗ്രൗണ്ട് കളറാണ് വേണ്ടത്. ഏതിനാ, nav ബാറിനാണ് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാനർ പാർട്ടിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് വരുന്നത്. ബാനർ പാർട്ടിൻ്റെ തൊട്ട് മുമ്പ് nav-bar, ഇതിൻ്റെ കളർ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡാർക്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, നേരത്തെ വേരിയബിളായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാർക്ക് കളർ. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് ഈ കാണുന്ന 2 എലമെൻറ്റ്സും സൈഡ് ബൈ സൈഡ്. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഇമേജ് ഒരു കോളായിട്ടും സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള nav വേറൊരു കോളായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ട് ഈ 2 എലമെൻറ്റ്സിനെയും സൈഡ് ബൈ സൈഡായിട്ട്. അപ്പോൾ ഇവിടെ കോഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു എലമെൻറ്റ്, ദാറ്റ് ഈസ് വൺ കോളം. ദിസ് ഈസ് അനദർ എലമെൻറ്റ്, അനദർ കോളം. അപ്പോൾ ഈ 2 എലമെൻറ്റ്സും ഒരു
റോവിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ആൾറെഡി നമ്മൾ റോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ കാണുന്ന എലമെൻറ്റ്സിനെ നമ്മൾ ഡംപ് ചെയ്യുന്നു. ഓക്കെ, സൈഡ് ബൈ സൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇമേജിൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതാക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ആദ്യം ഇമേജിൻ്റെ പ്രോബ്ലം, ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ ഇമേജിൻ്റെ സൈസ് ലോഗോ എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അടുത്ത് നമുക്ക് ഈ നാവ് ബാർ കഴിഞ്ഞതിന് ശേഷം ഡോട്ട് ലോഗോ. ഓക്കെ, ലോഗോൻ്റെ വിത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 200 പിക്സൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 200 പിക്സൽസിലേക്ക് ഇത് റെഡ്യൂസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഒന്ന് ചെക്ക് ചെയ്യാം, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യോടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബോർഡറും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 1 പിക്സൽ സോളിഡിൽ യെല്ലോ കളറിൽ വരുന്ന ഒരു ബോർഡർ. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ 150 അല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന 200 പിക്സൽസ് കണ്ടെയ്നർ. അതിനകത്തുള്ള ലോഗോ ആണ്. ലോഗോൻ്റെ ഒറിജിനൽ സൈസിലായിരിക്കും ഇത് പ്രസൻറ്റ് ആവുക. അപ്പോൾ ഈ ലോഗോന് എനിക്ക് എന്ത് ചെയ്യും, ഈ കണ്ടെയ്നറിനകത്തേക്ക് 100% ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡോട്ട് ലോഗോ നകത്ത് വരുന്ന IMG. ഓക്കെ, നമ്മുടെ കോഡ് സ്ട്രക്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ കാണാൻ പറ്റും. ലോഗോനകത്ത് വരുന്ന ഈ കാണുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ വിത്ത് എനിക്ക് എന്താ വേണ്ടത്, 100% ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോ കറക്റ്റാണത്, റൈറ്റ്. ഇനി ഈ കാണുന്ന എലമെൻറ്റിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ വേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ആൾ ഈ കാണുന്ന അൺഓർഡർ ലിസ്റ്റ് പോകണം. അതുപോലെ തന്നെ ഈ ബ്ലൂ കളറിൽ വരാൻ പാടില്ല, അണ്ടർലൈൻ വരാൻ പാടില്ല. പ്ലസ് ഈ കാണുന്ന എല്ലാ മെനൂസും സൈഡ് ബൈ സൈഡ് ആയിട്ട് നമുക്ക് വരണം. ഇപ്പോൾ സ്റ്റാക്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ കാണുന്ന അൺഓർഡർ ലിസ്റ്റിനൊന്ന് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ അൺഓർഡർ ലിസ്റ്റ്, ആ മെനുവിൻ്റെ സ്ട്രക്ചർ. ഈ മെനുവിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ നാവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കണ്ടെയ്നർ. മെയിൻ കണ്ടെയ്നറിനകത്തുള്ള സബ് കണ്ടെയ്നറിനകത്ത് വരുന്ന എലമെൻറ്റ്സ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിനാണ് നമ്മളിപ്പോൾ ലൈക്ക് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഫ്ലെക്സ് ഐറ്റംസ് ആണ്. അപ്പോൾ ഫ്ലെക്സ് ഐറ്റത്തിൻ്റെ മെയിൻ കണ്ടെയ്നർ ഇതാണ് ഫ്ലെക്സ് കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും പാരൻ്റാണ് നാവ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഡോട്ട് നാവിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡിസ്പ്ലേ ഫ്ലെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, ചെക്ക് ചെയ്യുന്നുണ്ട്. മാറുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡിനകത്ത് നോക്കി നോക്കൂ, നമ്മളിപ്പോൾ ഡിസ്പ്ലേ ഏതിനെ മാറ്റിയിട്ടില്ല, നാവിനെയാണ് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ നാവ് എന്ന് പറഞ്ഞ എലമെൻറ്റ് നോക്കുമ്പോൾ ഈ നാവ് എന്ന് പറയുന്ന മെയിൻ കണ്ടെയ്നറിനകത്ത് ഫ്ലെക്സാക്കി മാറ്റിയ ഫ്ലെക്സ് കണ്ടെയ്നറിനകത്ത് ആകെ ഒരു ചൈൽഡേ ഉള്ളൂ, അൺഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചൈൽഡേ ഉള്ളൂ. അൺഓർഡർ ലിസ്റ്റിനകത്തുള്ളതിലാണ് നമുക്ക് മൾട്ടിപ്പിൾ ചൈൽഡ്സ് വരുന്നത്. അപ്പോൾ എനിക്ക് മാറ്റേണ്ടത് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറയുന്നത് നാവിനെ കൺവേർട്ട് ചെയ്തൊരു കാര്യമില്ല, നാവ് ലിസ്റ്റിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഐപ്പൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നു. ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈഡ് ബൈ സൈഡ് വന്നു. ഇനി നമ്മുടെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഈ കാണുന്ന ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ്സ് ഏത് കാരണം വരണം, നമുക്ക് ഈ കാണുന്ന അൺഓർഡർ ലിസ്റ്റ് കാരണം വരുന്നത്. അപ്പോൾ ഈ നാവ് ലിസ്റ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്യാണ്. ലിസ്റ്റിൻ്റെ സ്റ്റൈൽ വേണ്ട, അപ്പോൾ ലിസ്റ്റ് സ്റ്റൈൽ നൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സേവ് ചെയ്യുന്നുണ്ട്, ബ്രൗസർ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ലിസ്റ്റ് പോയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലിങ്ക്സ് തമ്മിൽ ഗ്യാപ്പ് വേണം. അപ്പോൾ ഈ ലിങ്ക്സ് എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക, സ്ട്രക്ചർ നോക്കുന്നുണ്ട് ഞാൻ. സ്ട്രക്ചറിലേക്ക് വരുമ്പോഴേക്കും ഇതാണ് നമ്മുടെ ആക്ച്വൽ ലിങ്ക്. ബട്ട് ഈ ലിങ്കും ഏതിനകത്താണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ഈ കാണുന്ന പാരൻറ്റിനകത്താണ്. അപ്പോൾ നാവ് ഐറ്റത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഏത് പ്രോപ്പർട്ടി, സ്പേസ് പ്രോപ്പർട്ടി ഡിസ്ക്ലോസ് ചെയ്യാം. അതർവൈസ് സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാവ് ലിങ്കിൽ തന്നെ ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ നാവ് ലിങ്കിൽ ചെക്ക് ചെയ്ത് കാണിക്കാം. അതിലെന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ ആദ്യം അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നാവ് ലിങ്കിനകത്ത് പാഡിങ്. ഓക്കെ, എനിക്ക് ടോപ്പ് ബോട്ടം വേണ്ട, ലെഫ്റ്റ് റൈറ്റ് മാത്രം മതി. അപ്പോൾ ടോപ്പ് ബോട്ടം ഐ ഡോണ്ട് നീഡ്, ലെഫ്റ്റ് റൈറ്റ് 10 പിക്സൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യുന്നുണ്ട്. യെസ്, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഫർദർ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന അണ്ടർലൈനും ബ്ലൂ കളറും മാറ്റണം. ഏതിനകത്താണ്, ആങ്കർ ടാഗിൻ്റെ തന്നെ. ആങ്കർ ടാഗിൻ്റെയാണ് ആ പ്രോപ്പർട്ടി, എ ടാഗിൻ്റെയാണ് പ്രോപ്പർട്ടി. അപ്പോൾ എ ടാഗിന് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നാവ് ലിങ്ക്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ കൊടുത്ത പാഡിങ്ങിനോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വൈറ്റിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ ടെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ അപ്പർ കേസിലേക്ക് വേണം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അപ്പർ കേസിലേക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. സേവ് ചെയ്യുന്നുണ്ട്, ബ്രൗസർ ചെക്ക് ചെയ്യാം. യെസ്, എല്ലാം കറക്റ്റായി. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കാണുന്ന എലമെൻറ്റും ഇതും കറക്റ്റ് സെൻട്രലി നമുക്ക് പ്ലേസ് ആവണം. എങ്ങനെ,
വേർട്ടിക്കലായിട്ട് നമുക്ക് ഇതിനെ സെൻറ്ററായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബോർഡർ, ഇത് എവിടെ എത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, എവിടെ പ്ലേസ് ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കണ്ടെയ്നർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ nav ലിങ്കിന് ഞാനിപ്പോൾ ബോർഡർ കൊടുക്കുകയാണ് ചെങ്ങ. ഓക്കെ, ജസ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് ബോർഡർ 1 പിക്സൽ സോളിഡ് യെല്ലോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലിങ്ക്സ് വന്നു കൊടുക്കുന്നത്, റൈറ്റ്. ഇനി ഇതിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ ആരാ? nav ലിങ്കിൻ്റെ പാരൻറ്റ് nav ഐറ്റം ആണ്. ഓക്കെ, അപ്പോൾ nav ഐറ്റത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് .nav. അപ്പം കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോർഡർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എവിടെയാണ് പ്രോബ്ലം വന്നു കൊടുക്കുന്നത്, എങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടി ഞാൻ. അപ്പോൾ ഇത്തവണ ഞാൻ എന്ത് ചെയ്യുന്നു, റെഡിലേക്ക് മാറ്റുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് കണ്ടോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. റെഡ് കറക്റ്റ് നമുക്ക് വരുന്നില്ല എന്നല്ല, ഓക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കറക്റ്റ് നമുക്ക് എന്തായി ഓരോ ലിസ്റ്റിൻ്റെ കവർ ചെയ്ത് വന്നു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ പ്രോപ്പർട്ടി തന്നെ ഞാൻ എന്ത് ചെയ്യാം, ലൈക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള nav ലിസ്റ്റിലേക്ക് ഞാൻ സെറ്റ് ചെയ്യണം. പാരൻറ്റ് അതാണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ പാരൻറ്റ് കണ്ടെയ്നർ, ഇതാണ് നമ്മുടെ പാരൻറ്റ് കണ്ടെയ്നർ. അപ്പോൾ ഈ കാണുന്ന സ്പേസ് എങ്ങനെ വന്നിട്ടുണ്ടാവും, അൺഓർഡർഡ് ലിസ്റ്റിന് നമ്മൾ മാർജിൻ റിമൂവ് ചെയ്തിട്ടില്ല. സോ മാർജിൻ 0 ആൻഡ് പാഡിങ് 0. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് നമ്മുടെ കണ്ടെയ്നർ സ്പേസ് സ്റ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ഈ യെല്ലോ കളർ ബൗണ്ടറി ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് എന്താ വേണ്ടി വെച്ചാൽ ഗിവൻ സ്പേസിനകത്ത് വേർട്ടിക്കലായിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് കാണണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ ഈ ബോർഡർ പ്രോപ്പർട്ടീനെ nav ലിസ്റ്റിൻ്റെ പകരം ഞാൻ ഒന്നുകൂടി അതിൻ്റെ പാരൻ്റ് ആയിട്ടുള്ള നാവിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. .nav. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ ബോർഡർ പ്രോപ്പർട്ടി ഞാൻ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന എലമെൻറ്റിനെ എങ്ങനെ നമുക്ക് ലൈക്ക് വേർട്ടിക്കലായിട്ട് സെൻട്രലൈസ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഈ കാണുന്ന കണ്ടെയ്നർ ഏതാ, നാവിനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് വെറുതെ അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്ലൈ ആവുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന എലമെൻറ്റിന് നമ്മൾ ഫ്ലെക്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് nav ലിസ്റ്റിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അലൈൻ ഐറ്റം സെൻറ്റർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. ശരി, nav ഐറ്റത്തിനകത്ത് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എലമെൻറ്റ് ആദ്യം നമുക്കൊന്ന് കറക്റ്റ് സെൻട്രലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന 2 കണ്ടെയ്നറിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ ആരാണ് ആദ്യം ചെക്ക് ചെയ്യുക. ഈ കാണുന്ന 2 കണ്ടെയ്നറിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ. അപ്പോൾ 2 കണ്ടെയ്നറിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഇതൊരു കണ്ടെയ്നറാണ്, ഇത് അടുത്ത കണ്ടെയ്നറാണ്. അപ്പോൾ ഈ 2 കണ്ടെയ്നറിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ റോ. അപ്പോൾ റോയിലേക്ക് വരുന്നുണ്ട്. ഞാൻ റോ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റിഫൈ കണ്ടൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അലൈൻ ഐറ്റം സെൻറ്റർ. അപ്പോൾ കറക്റ്റായോ, നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് ആ പർട്ടിക്കുലർ അലൈൻ ഐറ്റംസിനെ ഉപയോഗിക്കുക. അപ്പോൾ ഈ 2 ലൈനും എന്താ പറയുന്നത്, ഈ 2 ലൈനും ഞാനിപ്പോൾ ഇവിടെ റിമൂവ് ചെയ്യാന്ന് വെച്ചെങ്കിൽ എന്തായി, നമുക്ക് എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വരണം. അപ്പോൾ എനിക്ക് വേണ്ടത് 2 സ്പേസാണ്. ഒന്ന് ഹൊറിസോണ്ടൽ സ്പേസ്, അതിന് നമ്മൾ പറയുന്നത് മെയിൻ ആക്സിസ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടലി എനിക്ക് എന്ത് ചെയ്യണം, ഈ കാണുന്ന എലമെൻറ്റ്സിനെ കറക്റ്റ് സ്പേസസിനെ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടാവും. ആ സ്പേസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തായി, കറക്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ വന്നു. ഇനി വേർട്ടിക്കലായിട്ടും ഈ കാണുന്ന എലമെൻറ്റ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ദറ്റ് ഈസ് ക്രോസ് ആക്സിസ്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യാം, സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി കറക്റ്റായിട്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എലമെൻറ്റ്സിനെ കറക്റ്റ് സൈഡ് ബൈ സൈഡ് പ്ലേസ് ചെയ്തില്ല. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈനപ്പും സൈൻ ഇന്നും കുറച്ചുകൂടിയും ഡിസ്റ്റിങ്വിഷ് ആയിട്ട് എനിക്ക് കാണിക്കണം, ഡിഫറെൻ്റ് ആയിട്ട് എനിക്കൊരു അപ്പിയറൻസിലൂടെ എനിക്ക് കാണിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റോറും എനിക്കൊരു റൗണ്ടഡ് റേഡിയസോട് കൂടിയിട്ട് ഫില്ല് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു എലമെൻ്റാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീനകത്ത് ഏതാ, ഈ കാണുന്ന 2 പ്രോപ്പർട്ടി സൈൻ ഇൻ സൈൻ അപ്പ്. അപ്പോൾ ആൾറെഡി ഈ സൈൻ ഇൻ സൈൻ അപ്പ്, ഇതാണ് സൈൻ ഇൻ സൈൻ അപ്പ്. ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, nav ഐറ്റം. ഈ nav ഐറ്റത്തിന് ഒരു മോഡിഫയറും കൂടി നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്, ദാറ്റ് ഈസ് റൗണ്ട് ബട്ടൺ എന്ന് പറയുന്ന ഒരു മോഡിഫയർ. ഓക്കെ, അത് ഇവിടെയും എനിക്ക് വേണം. തൽക്കാലം ഇപ്പോൾ ഇവിടെ മാത്രം നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം, റൗണ്ട് ബട്ടൺ. സോ
nav കഴിഞ്ഞിട്ട് nav ലിസ്റ്റിനകത്തുള്ള nav ഐറ്റത്തിൻ്റെ റൗണ്ട് ബട്ടൺ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ടി വരുന്നത് ആദ്യം ബാക്ക്ഗ്രൗണ്ട് കളറിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആൾറെഡി ഡാർക്ക് കളറിലായതുകൊണ്ട് ഇതിനെ മെയിൻ കീ കളറിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഫില്ലായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് പാഡിങ് പ്രൊവൈഡ് ചെയ്യാണ്. 4 സൈഡും ഈക്വലായിട്ട് വന്നോട്ടെ. ഓക്കെ, അപ്പോൾ 4 സൈഡും നമുക്ക് ഈക്വലായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഒന്നുകൂടി സ്പേസ് കൂട്ടണം. അപ്പോൾ ടോപ്പ് ബോട്ടം 10 പിക്സൽ, ലെഫ്റ്റ് റൈറ്റ് എനിക്ക് അറൗണ്ട് ഒരു 40 പിക്സൽസ് കിടന്നോട്ടെ. കുറച്ചും കൂടി നമുക്ക് അതിനെ സ്പേസ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ റൗണ്ടഡ് ആക്കി മാറ്റണം. റൗണ്ടഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബോർഡർ റേഡിയസ് ഓക്കെ അറൗണ്ട് ഒരു 40 പിക്സൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നൈസായിട്ട് റൗണ്ടഡ് ആയിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഈ ഒരു എലമെൻറ്റ് നമുക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈനപ്പും വേണം. അപ്പോൾ ഈ കാണുന്ന റൗണ്ട് ബട്ടണിനെ സൈനപ്പിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മോഡിഫയറിനെ ഇവിടെ കോപ്പി ചെയ്തിട്ട് റൗണ്ട് ബട്ടൺ 2 എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നേരത്തെ സെൻട്രലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ ആയിട്ടില്ല. സെൻറ്റർ ആവാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ചിൽഡ്രൻസ് തമ്മിൽ വേർട്ടിക്കലി കറക്റ്റ് പ്ലേസ് ആയിട്ടില്ല. അപ്പോൾ ഈ ചിൽഡ്രൻസിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ ആരാണെന്ന് നോക്കി നോക്കുക. ഏതാ ഈ കാണുന്ന ലിങ്ക്സിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ. ലിങ്ക്സിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് നാവ് ലിസ്റ്റ് ആണ്. അപ്പോൾ നാവ് ലിസ്റ്റിലേക്ക് ഒന്ന് മാറുന്നുണ്ട്. നാവ് ലിസ്റ്റ് ഇതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോപ്പർട്ടിയും കൂടി ഇവിടെ മിസ്സിംഗ് ആണ്. ദാറ്റ് ഈസ് അലൈൻ വേർട്ടിക്കൽ ആയിട്ടാണല്ലോ അപ്പോൾ നമ്മൾ സെൻട്രലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അലൈൻ ഐറ്റംസ് സെൻറ്റർ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈൻ ഇൻ സൈനപ്പ് തമ്മിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണും. പ്ലസ് സൈനപ്പ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സൈൻ ഇൻ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വരണ്ട, പകരം ഈ കാണുന്ന ഫിൽ കളർ സ്ട്രോക്ക് ആയിട്ട് മാറണം. അപ്പോൾ സൈൻ ഇന്നെ നമ്മൾ സ്റ്റൈലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സൈൻ ഇൻ ആ ഒരു യുണീക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ബട്ടണിനകത്ത് തന്നെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ വരുന്ന പ്രോബ്ലം ഈ റൗണ്ട് ബട്ടണിനകത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു. ഓക്കെ, ബോർഡർ 1 പിക്സൽ സോളിഡ് ആൻഡ് നമ്മുടെ ആ വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള കളറിനെ നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഏതാ ലൈറ്റ് കളർ എനിക്ക് വേണ്ടത്. ലൈറ്റ് കളർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ 2 എണ്ണത്തിനകത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇതിന് പകരം ഈ കളർ മാറ്റിയിട്ട് വൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് വെച്ചാൽ ആഷ് വൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. 2 എണ്ണത്തിന് വരുന്നുണ്ട്. ബട്ട് എനിക്ക് ഇവിടെ മാത്രമേ വേണ്ടൂ. ഈ സൈൻ ഇൻ ബട്ടണിനകത്ത് മാത്രമേ എനിക്ക് ഔട്ട്ലൈൻ വരാൻ പാടുള്ളൂ, ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കോഡിനകത്ത് സൈൻ ഇൻ ഇതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു മോഡിഫയർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ മോഡിഫയറിൻ്റെ നെയിം, സൈൻ ഇൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, സോ അപ്പോൾ ഈ കാണുന്ന യുണീക്ക് പ്രോപ്പർട്ടീനെ കട്ട് ചെയ്ത് സൈൻ ഇൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മോഡിഫയർ ക്ലാസ് അതിലേക്ക് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ വരുന്നില്ല. ഇനി ഇതിൻ്റെ ഇതിന് എന്താ വേണ്ടി വെച്ചാൽ ഫിൽ കളർ വേണ്ട നമുക്ക്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. ബാക്ക്ഗ്രൗണ്ട് കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ബട്ട് ഈ കാണുന്ന സ്ട്രോക്ക് എനിക്ക് ഇവിടെയും വേണം. സോ ഈ പ്രോപ്പർട്ടീനെ 2 സ്ഥലത്തും വേണമല്ലോ. അപ്പോൾ റൗണ്ട് ബട്ടണിലാക്കി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 എണ്ണത്തിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ബട്ട് ഫിൽ ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് തിങ്, സൈൻ ഇൻ ബട്ടൻ്റെ റൈറ്റ് സൈഡ് ചെറിയൊരു 10 പിക്സൽ ഗ്യാപ്പ് കാണും. അപ്പോൾ സൈൻ ഇൻ ബട്ടൻ്റെ റൈറ്റ് സൈഡ് ഔട്ടർ സ്പേസ് ആണ്. സോ മാർജിൻ റൈറ്റ് ഒരു 10 പിക്സൽസോളം വേണം. ഇപ്പോൾ നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ബോർഡർ ഏതാ നാവിനായിരിക്കും വന്നിട്ടുണ്ടാവുക. നാവ് ലിസ്റ്റിന് വന്നിട്ടുണ്ടാവും. നാവിന് വന്നിട്ടുണ്ട്. റിമൂവ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈസ്ലി പ്ലേസ്ഡ്. ഇനി അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് രണ്ടും ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ എനിക്ക് എന്താക്കണം, 2 ആക്കി മാറ്റണം. ഇതൊരു ഗ്രൂപ്പായിട്ട് മാറ്റണം, ഇത് വേറൊരു ഗ്രൂപ്പാക്കി മാറ്റണം. 2 രീതിയിൽ ചെയ്യാൻ നമുക്ക്. ആദ്യത്തെ ഒരു രീതി വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ്, അത് ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സ്പേസ് എത്ര വന്നിട്ടുണ്ടാവും അതൊന്ന് എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ടോട്ടൽ സ്പേസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ കാരണം എൻറ്റയർ എലമെൻറ്റ്. അപ്പോൾ നാവിനകത്ത് ഞാൻ ബോർഡർ ഓൺ ചെയ്യുകയാണ് വെച്ചാൽ, അപ്പോൾ നാവിൽ ബോർഡർ ഓൺ ചെയ്യാൻ കാരണം ഇതാണ് ഇതിൻ്റെ മെയിൻ പാരൻറ്റ് കണ്ടെയ്നർ അല്ലേ. അതായത് ഈ കാണുന്ന ഫ്ലെക്സ് കണ്ടെയ്നറിനകത്ത് ദിസ് വൺ ഈസ് ഓൺ ഫ്ലെക്സ് ഐറ്റം, ദിസ് വൺ ഈസ് അനദർ ഫ്ലെക്സ് ഐറ്റം. അപ്പോൾ ഈ കാണുന്ന ഫ്ലെക്സ് ഐറ്റത്തിലാണ് നാവിനകത്താണ് ബോർഡർ ഞാൻ ഓൺ ചെയ്ത് കൊടുക്കുന്നത്. യെസ്, അപ്പോൾ കറക്റ്റ് നമുക്ക് നമ്മുടെ എലമെൻറ്റ്സ് എത്രത്തോളം വന്നിട്ടുണ്ടോ ആ സ്പേസ് മാത്രമേ ഈ കാണുന്ന ഫ്ലെക്സ് ഐറ്റം യൂസ് ചെയ്തിട്ടുള്ളൂ. നാവ് എന്ന് പറയുന്ന
ഫ്ലെക്സ് ഐറ്റം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ എക്സ്ട്രാ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒരു പോം വഴി എന്താ, ഇതിനെ 2 ഗ്രൂപ്പാക്കി മാറ്റണം വെച്ചെങ്കിൽ ഈ സ്പേസിനെ ഒന്നുകൂടി എനിക്ക് സ്ട്രെച്ച് ചെയ്യണം, ഫുള്ളായിട്ട് ഇതുവരെ എനിക്ക് സ്ട്രെച്ച് ചെയ്യണം, എന്നാലും നമുക്കത് കറക്റ്റ് സ്പേസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പേസിനെ എങ്ങനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും അൺബാലൻസ്ഡ് ആയിട്ടുള്ള സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, റിമൂവ് ചെയ്യാൻ പോകുന്നു. എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നാവിൻ്റെ വിത്ത് ഞാൻ എന്ത് ചെയ്യുന്നു 100% പറഞ്ഞു കൊടുത്തു. കനിസിനോ? അപ്പോൾ എന്തായി, നാവിൻ്റെ വിത്ത് ആ അൺയൂട്ടിലൈസ് സ്പേസിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സസീവ് സ്പേസ്. ഈ സ്പേസിന് എന്ത് ചെയ്യണം, സൈനിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സൈനിൻ്റെ തൊട്ട് മുമ്പ്, അപ്പോൾ ഇതാണ് നമ്മുടെ സൈൻ ഇൻ. ഓക്കെ, സൈൻ ഇൻ എന്ന് പറയുന്ന കണ്ടെയ്നർ ആൾറെഡി നമ്മൾ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടെയ്നർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞാൻ മാർജിൻ ലെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവിടെ എക്സസീവായിട്ട് വന്ന സ്പേസ് എന്തായി, നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വന്നിട്ടുണ്ട്. ശരി, ഇനിയിപ്പോൾ ഈ കാണുന്ന ലോഗോയും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. കുറച്ച് എനിക്ക് സ്പേസ് ഇവിടെയും വേണം, ലെഫ്റ്റിൽ ലോഗോൻ്റെ റൈറ്റ് സൈഡിൽ എനിക്ക് സ്പേസ് വേണം. അപ്പോൾ നേരത്തെ കൊടുത്ത ആ ഒരു നാവിന് നമ്മൾ 100% കൊടുത്തില്ലേ, അത് ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 75% എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൻ യു സീ നൗ? പ്രോബ്ലം ഈസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ബോർഡർ, പഴയ പോലത്തെ ബോർഡറിന് ഞാൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ നാവിഗേഷൻ ബാർ സെറ്റപ്പായി. ഈ നാവിഗേഷൻ ബാറിൻ്റെ ടോപ്പും ബോട്ടം ഒരുപാട് സ്പേസ് വരുന്നുണ്ട്. കാരണം ബാനറിനെ പ്രൊപ്പോർഷനായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ സ്പേസാണ് വന്നു കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഈ കാണുന്ന കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് കൂട്ടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാനാണ് പോകുന്നത്. ഇത്രയും കൂടുതൽ സ്പേസ് വരാൻ കാരണം നമ്മുടെ ആ കണ്ടന്റ് എല്ലാം നിൽക്കുന്നത് കണ്ടെയ്നറിനകത്താണ് അല്ലേ, ഈ റോ നിൽക്കുന്നത്. അപ്പോൾ റോൻ്റെയും കണ്ടെയ്നറിൻ്റെയും പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്യാം, ഏതിലാണ് പാഡിങ്ങോ അങ്ങനെ വലുതും വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ റോൾ നോക്കുന്നുണ്ട്. റോളിനകത്ത് പാഡിങ് സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ട് കണ്ടെയ്നറിനകത്ത് പാഡിങ് വന്നിട്ടുണ്ട്. പാഡിങ്ങിനകത്ത് 2 വാല്യൂസാണ് അപ്ലൈ ചെയ്തിടുന്നത്. 2 വാല്യൂസ് ആകുമ്പോൾ ഫസ്റ്റ് വാല്യൂ ഗോസ് ടു ടോപ്പ് ബോട്ടം. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും 70 പിക്സൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇപ്പോൾ ഞാനൊരു 30 പിക്സൽസ് എന്ന് പറഞ്ഞ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് എവ്രിവെയർ. കണ്ടോ, ഇവിടെ എല്ലായിടത്തും നമുക്ക് അഫക്റ്റ് ആവുന്നുണ്ട്. വേറൊരു പ്രോബ്ലം ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, അവിടെ എല്ലാം സെൻട്രലൈസ്ഡ് ആയി കാണുന്നുണ്ടോ, ഇതെല്ലാം സെൻട്രലൈസ് ആയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി ഈ കാണുന്ന എലമെൻറ്റ്സ് ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഈ കാണുന്ന കോഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കറക്റ്റ് ഈ ലൈനിലാണ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ആദ്യം ഇതൊന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ എല്ലായിടത്തും എനിക്ക് ഈ കാണുന്ന 14 പിക്സൽസ് വരാൻ പാടില്ല. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ 70 ടോപ്പ് ബോട്ടം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ലൈക്ക് കസ്റ്റം സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാഡിങ് വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, പാഡിങ് വാല്യൂ എനിക്ക് ടോപ്പ് ബോട്ടം ഒരു 30 പിക്സൽസ് മതി. ലെഫ്റ്റ് റൈറ്റ് പഴയ പോലെ തന്നെ 40 പിക്സൽ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 40 പിക്സൽസിന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കസ്റ്റം സ്പേസിന് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ നാവിഗേഷൻ ബാറിനകത്തുള്ള കണ്ടെയ്നറിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം, ഇവിടെ സ്പേസ് കുറഞ്ഞു, ബാക്കിയുള്ളിടത്തെല്ലാം ആസിഡീസ് അതുപോലെ തന്നെ സ്പേസ്. ഇനി സെക്കൻഡ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് സെൻട്രലൈസ്ഡ് അല്ല അല്ലേ. സെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ ടോപ്പിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഇത് ടോപ്പിലേക്ക് വരാത്ത കാരണം എന്തുകൊണ്ടായിരിക്കും നോക്കി നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അലൈൻ ഐറ്റംസ് എവിടെയോ മാറിപ്പോയിട്ടുണ്ട്. റോനകത്താണ് അലൈൻ ഐറ്റംസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റോ എന്ന് പറയുന്ന ക്ലാസ്സിനെ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ റോ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് റോ ഇതിനകത്ത്. അപ്പോൾ എല്ലായിടത്തും റീയൂസ് ചെയ്യുന്ന കാരണം എന്തായി, നമ്മുടെ ആ മെയിൻ കണ്ടെയ്നറിനകത്ത് പറഞ്ഞ കണ്ടന്റ് എല്ലാം കറക്റ്റ് സെൻട്രലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയല്ല എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പഴയ പോലെ ടോപ്പിലേക്കായി പഴയ പോലെ ഒരേ ലൈനിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് പ്രോബ്ലം കോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന എൻറ്റയർ കണ്ടൻസിന് അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതിൻ്റെ ബോർഡേഴ്സ് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്ന മൊത്തം നാവിൻ്റെ ബോർഡർ ഓൺ ചെയ്യുന്നുണ്ട്. അഗെയിൻ ഓൺ ചെയ്യുന്നു, സേവ് ചെയ്യുന്നുണ്ട്. മീൻസ് ഇതിനകത്ത് വന്നു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്യണം. അപ്പോൾ നാവിനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കോഡിലേക്ക് ഒന്ന് മാറുന്നുണ്ട്. നാവിനെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, നാവ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ നാവിനെ കറക്റ്റ് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി റോൾ അപ്ലൈ ചെയ്തുമ്പോൾ ഇവിടുത്തെ പ്രോബ്ലം ക്ലിയർ ആയി. ബട്ട് ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് പ്രോബ്ലം വന്നു. ഓക്കെ, അപ്പോൾ അലൈൻ ഐറ്റംസിനെ ഇവിടെ യൂസ് ചെയ്യാതെ വേറെ എവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന 7 ചിൽഡ്രൻസ് വന്നിട്ടുണ്ട്. 7 ചിൽഡ്രൻസിൻ്റെ
പാരൻ്റ് ആയിട്ടുള്ള നാവ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നാവ് ലിസ്റ്റിലേക്ക് ഒന്ന് മാറുന്നുണ്ട് ഞാൻ. നാവ് ലിസ്റ്റ് ഇവിടെ നമ്മൾ അലൈൻ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ടോപ്പിൽ തന്നെയാണ് കാണുന്നത്. ഇതിലും ബോർഡർ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ബോർഡർ 1 പിക്സൽ സോളിഡ് ഒരു യെല്ലോ കളർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ടാനിയുണ്ട്, ഇവിടെയാണ് വന്ന് കൊടുക്കുന്നത്. ഈ കാണുന്ന മൊത്തം നാവ് ലിസ്റ്റിൻ്റെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നാവിനകത്ത് വേണം നമുക്ക് ഇതിൻ്റെ കണ്ടെയ്നർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, അലൈൻ ഐറ്റം സെൻറ്റർ കറക്റ്റ് ആവണ്ട ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും അലൈൻ ഐറ്റം കൊടുത്താൽ പോരാ. അലൈൻ ഐറ്റം വേണം വെച്ചാൽ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡിസ്പ്ലേ ഫ്ലെക്സിലേക്ക് വന്നിരിക്കണം. കറക്റ്റായാ ആ പ്രോബ്ലം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ശരിയല്ല, പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ട്. ബട്ട് അടുത്ത പ്രോബ്ലം എന്താ, അത് 70% ഓക്കെ. ബട്ട് ഇത് രണ്ടും നമുക്ക് ജസ്റ്റിഫൈ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം? ഫ്ലെക്സ് കണ്ടെയ്നർ അലൈൻ ഐറ്റംസ് കൂടാതെ നമുക്ക് ഒരു പ്രോപ്പർട്ടി കൂടി വേണം, ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണുന്ന എലമെൻ്റ് അല്ല, ഇവിടെയാണ് ഈ കാണുന്ന യെല്ലോ കളർ എലമെൻറ്റിൽ വേണം ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ യെല്ലോ കളർ എലമെൻറ്റ് ഏതാണെന്ന് നോക്കി നോക്കാം. യെല്ലോ കളർ എലമെൻറ്റ് ഇത് ഇവിടെയാണ് വന്നു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ജസ്റ്റിഫൈ കണ്ടൻറ്റ് അവിടെയല്ല വേണ്ടത്, ഓവർ ഹിയർ. ഓക്കെ, ഇനി അഗൈൻ ദ പ്രോബ്ലം ഈസ് ഇതിപ്പോൾ 100% ഏതാ ഫ്ലെക്സ് ആക്കി മാറ്റിയിട്ടില്ല നമ്മൾ. ഈ കാണുന്ന 2 ഫ്ലെക്സ് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ വിഡ്ത്ത് ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കറക്റ്റാണ്. വിഡ്ത്തിനെ ഞാൻ മാക്സിമൈസ് ചെയ്യുമ്പോഴാണ് ഈ കാണുന്ന സ്പേസ് വന്നിട്ടുണ്ട്. ഇത് അലൈൻ ഐറ്റം വരുന്നില്ല. അപ്പോൾ ഈ യെല്ലോ കളർ കണ്ടെയ്നർ ദിസ് വൺ, ഇതിൻ്റെ വിഡ്ത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 100% ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ ആയോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് വരുന്ന വാല്യൂസിന് അതാത് ലൊക്കേഷനിൽ എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ. റൈറ്റ്? അപ്പോൾ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തത് നാവ് ലിസ്റ്റിനകത്താണ് വിത്ത് 100% അപ്ലൈ ചെയ്തത്. ദാറ്റ് ഈസ് സ്പോട്ടഡ് ഓൺ യെല്ലോ കളർ. അപ്പോൾ ഈ 100% ഇവിടെ ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്തായി, ആവശ്യമുള്ള സ്പേസ് മാത്രമേ ഈ യെല്ലോ കളർ ബോർഡർ വരുന്ന കണ്ടെയ്നർ, അതായത് നമ്മുടെ നാവ് ലിസ്റ്റ് യൂസ് ചെയ്യണല്ലോ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പൽസറി ഫോഴ്സ് ചെയ്യുന്നു എൻ്റെ വിത്ത് 100% യൂസ് ചെയ്തോട്ടെ. അപ്പോൾ 100% പറയുമ്പോൾ ഈ നാവ് ലിസ്റ്റ് കിടക്കുന്നത് ഏതിനകത്താണ്? നാവ് ലിസ്റ്റ് കിടക്കുന്നത് നാവിനകത്താണ്. അപ്പോൾ നാവിൻ്റെ പ്രോപ്പർട്ടി എന്താ, 75%. ഇതാണ് 75%. അതിലേക്ക് എന്തായി 100% ആയിട്ട് എക്സ്പാൻഡ് ആവുകയും ചെയ്യും. ദെൻ ഈ സ്പേസ് വരും ചെയ്യും. ഈ സ്പേസ് വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൗണ്ട് ബട്ടൺ അല്ല, സൈനിനകത്ത് മാർജിൻ ലെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെയാണ് ഗൈസ്? അപ്പോൾ ഇതൊരു രീതിയിൽ നമ്മൾ അലൈൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇതേ തന്നെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. വേറൊരു രീതി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന 2 ഗ്രൂപ്പിനും 2 മെനൂസിനെയും 2 സെറ്റായിട്ട് നമ്മൾ തിരിക്കുക, 2 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പഴയ കോഡ്സൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ്. ഇനി ഈ ഫയലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് റീറൈറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ എങ്ങനെ അതിനെ കസ്റ്റമൈസ് ചെയ്യുക? ഈ കാണുന്ന അൺഓർഡർ ലിസ്റ്റിനെ 2 ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കാണുന്നതൊന്നും വേണ്ട, സെക്കൻഡ് ഗ്രൂപ്പിനകത്ത്. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പകരം ആദ്യം പഴയ കോഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഓക്കെ, പഴയ കോഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്പേസ് എനിക്ക് റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ സ്പേസിന് എന്ത് ചെയ്യുന്നു, CSSനകത്ത് സൈനിനകത്തുള്ള മാർജിൻ ലെഫ്റ്റ് ഓട്ടോ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ഈക്വൽ സ്പേസിലാണ് വന്നു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ 2 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അൺഓർഡർ ലിസ്റ്റ് ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഇതിനകത്ത് വരുമ്പോഴേക്കും വേറൊരു ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ നോക്കി നോക്കുക, ഇങ്ങനെയാണ് വന്നു കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ യെല്ലോ കളർ വരാൻ കാരണം എന്താ, നമ്മുടെ നാവ് ലിസ്റ്റ് യെല്ലോ. അപ്പോൾ നാവ് ലിസ്റ്റ് എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല, ഒരു തവണ വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നാവ് എന്ന് പറയുന്ന ഫ്ലെക്സ് കണ്ടെയ്നറിനകത്ത് ഇതൊരു
ഫ്ലെക്സ് ഐറ്റം, ഇത് വേറൊരു ഫ്ലെക്സ് ഐറ്റം. അങ്ങനെ 2 ഫ്ലെക്സ് ഐറ്റം കറക്റ്റ് യെല്ലോയിൽ നമുക്ക് സ്പോട്ട് ചെയ്യുന്നുണ്ട്. ശരി, ഇതിപ്പോൾ മൊത്തം നമുക്ക് ഇത്രയും സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ഇത്രയും യൂസ് ചെയ്യാൻ കാരണം വിത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഏതിനകത്ത്, ഈ കാരണം നാവ് ഐറ്റത്തിനകത്ത് വിത്ത് നമ്മൾ 100%. അതങ്ങ് റിമൂവ് ചെയ്യും. എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക. ഇനി ഈ കാണുന്ന 2 ഐറ്റംസും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണം. ഏതിനകത്ത് ജസ്റ്റിഫൈ ചെയ്യേണ്ടത്, ഈ കാണുന്ന ബ്ലാക്ക് കളർ കണ്ടെയ്നറിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന 2 യെല്ലോ കളർ കണ്ടെയ്നർ, ദാറ്റ് ഈസ് ഈ കാണുന്ന 2 യെല്ലോ കളർ കണ്ടെയ്നറിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ നാവ് ആണ്. ഓക്കെ, അപ്പോൾ നാവിലേക്ക് ഒന്ന് മാറുന്നുണ്ട്. നാവ് അലൈൻ ഐറ്റം സെൻറ്റർ കൊടുത്തു, കൂടെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റും സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യും. ഇതൊരു മെത്തേഡ്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. കോഡിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്തു, ചെറിയ മാറ്റം വരുന്നു. രണ്ടും 2 ഗ്രൂപ്പായിട്ട് നമ്മൾ കമ്പോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വരെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും അല്ലേ. ഞാനിത് ഇതിൻ്റെ ബോർഡർ എല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ 2 ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വെച്ചാൽ, ഈസി ആണെന്ന് വെച്ചാൽ അത് യൂട്ടിലൈസ് ചെയ്തോളൂ. ലോഗോൻ്റെ ബോർഡർ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ബോർഡർ പോയി. അടുത്ത് നമുക്ക് ആ ബ്ലാക്ക് കളർ നാവിൻ്റെ ആയിരിക്കും, നാവിൻ്റെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതും പോയി. അടുത്ത് യെല്ലോ കളർ എന്ന് പറയുന്നത് നമ്മുടെ നാവ് ലിസ്റ്റ് ഉണ്ട്, അതും റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ കണ്ടെയ്നർ. ഓക്കെ, ബട്ട് ഷ്രിങ്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്ക് റെസ്പോൺസിലേക്ക് മാറ്റിയിട്ടില്ല. ഷ്രിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം വരും നോക്കി നോക്ക്, എല്ലാം ഓവർഫ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ കറക്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അടുത്ത ക്ലാസ് ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റെസ്പോൺസീവായിട്ട് നമ്മൾ സൈറ്റിനെ ഡിസൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ഒരുവിധം റെസ്പോൺസീവ് എന്ന് പറയാം, ബട്ട് ഇതൊന്നും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഈ ക്ലാസ് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് വേറൊരു ഫയലാണ്, ലൈക്ക് fun2 എന്ന് പറഞ്ഞ ഒരു സൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. കാണുന്നുണ്ടോ, ഈ ഒരു ലേഔട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതിൽ ഗ്രീൻ കളർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫോണ്ടും അതിൻ്റെ സൈസസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെനു വേണ്ടി വരുന്നത്. ആൻഡ് നേരത്തെ സെയിം സ്ട്രക്ചർ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ബാനർ പാർട്ടിലേക്ക് വരുമ്പോഴേക്കും 2 കോളംസ് ആണ്. ഓക്കെ, അടുത്ത സെക്ഷൻ 1ലേക്ക് വരുമ്പോഴേക്കും 3 കോളം, രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും 2 കോളം, അഗെയിൻ ഇത് ഇവിടേക്ക് വരുമ്പോഴേക്കും നമുക്ക് സിംഗിൾ കോളാക്കി മാറ്റി നമ്മൾ. ആൻഡ് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും അഗെയിൻ 2 കോളംസ് ആണ്. ഫർദർ സെക്ഷനിലേക്ക് പോകുമ്പോഴേക്കും 4 കോളംസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലായിട്ട് ഇവിടേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇത് ഫുട്ടറാണ്. നമ്മുടെ ഫുട്ടർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫുട്ടറിനകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കണ്ടൻറ്റ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം ആൻഡ് ഫോർത്ത് കോളം. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സിംഗിൾ കോളം വരുന്നുണ്ട്, 2 കോളംസ് വരുന്നുണ്ട്, 3 കോളംസ് വരുന്നുണ്ട്, 4 കോളംസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മൾ അടുത്ത ക്ലാസ് കൊണ്ടുപോകുന്നത്. അതുമല്ലാതെ നമ്മുടെ മെനുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കളർ വേരിയേഷൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മെനുവിന് മൊബൈൽ മെനു, ഇതാണ് നമ്മുടെ മൊബൈൽ മെനു. ഇനിഷ്യലി മൊബൈൽ മെനു ഈ കാണുന്ന ടോപ്പിൽ ഇതുപോലെ ആയിരിക്കും. യൂസർ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, മെനു പോപ്പപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഗിൻ സൈനപ്പ് ഒക്കെ ഈ ഒരു രീതിയിൽ, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള ലിങ്ക്സ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ടാബിലേക്ക് മാറുമ്പോഴേക്കും, അപ്പോൾ ഈ ഇവിടെ വരുമ്പോഴേക്കും മൊബൈലിൽ വരുമ്പോൾ വെറും ഹാംബർഗർ ഐക്കൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, മെനൂസ് എല്ലാം 1 2 3 4 5 6 7 ഈ 7 മെനൂസും താഴത്തേക്കാണ് പോകണം. ബട്ട് ടാബിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ടാബിൻ്റെ കൺസ്ട്രക്ഷൻ. ടാബിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഹാംബർഗർ പ്ലസ് ലോഗിൻ സൈനപ്പ് ഇത് രണ്ടും നമുക്ക് ടോപ്പിൽ തന്നെ കാണുന്നുണ്ട്, യൂസറിന് വിസിബിൾ ആയിരിക്കും. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള 5 മെനൂസ്. അപ്പോൾ 7 മെനുവിൽ 2 മെനു ഇവിടെ വന്നു, ബാക്കിയുള്ള 5 മെനു നമ്മുടെ ഇവിടുത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടേക്ക് വരിക. ബട്ട് ഇതേ തന്നെ ഡെസ്ക്ടോപ്പ് വ്യൂവിലേക്ക് മാറുമ്പോഴേക്കും എന്തായിരിക്കും, നമുക്ക് ആ 7 മെനൂസ് നമുക്ക് ഫുള്ളായിട്ട് വരും. ഹാംബർഗർ ഐക്കൺ അവിടെ കാണാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അടുത്ത ക്ലാസ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഉടൻ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ നേരത്തെ എല്ലാ സിമ്പിൾ മെനുവിനെ എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, വെബ്സൈറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ആദ്യം ഒന്ന് റെക്ടിഫൈ ചെയ്തോളൂ. ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.